ഒന്ന് നിന്നേ. ഈ പിക്ചർ ഒന്ന് നോക്കിയേ. ഒന്ന് എ സി, മറ്റതും എ സി. ഒന്ന് കോപ്പർ, ഒന്ന് അലൂമിനിയം. അപ്പോൾ നാം കോപ്പർ ആണോ അലൂമിനിയം ആണോ വാങ്ങേണ്ടത്? ഇന്നത്തെ വിഷയം ഇതാണ്. അലൂമിനിയം വാങ്ങണോ കോപ്പർ വാങ്ങണോ? ഏവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ എ സിയെ പറ്റിയാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞത്. ഇന്നും എ സിയെ പറ്റിയാണ്. എയർ കണ്ടീഷനെ പറ്റി പറയാനാണെങ്കിൽ ഒത്തിരി ഉണ്ട്. അത് നമ്മൾ വാങ്ങിക്കുമ്പോഴും അത് ഉപയോഗിക്കുമ്പോഴും ഒത്തിരി കാര്യങ്ങളിലൂടെ നാം പോയാൽ മാത്രമേ അത് ശരിയായ രീതിയിലുള്ള ഒരു എ സി വാങ്ങിക്കലാവുകയുള്ളൂ, എ സി ഉപയോഗമാവുകയുള്ളൂ, അതിലൂടെ കറണ്ട് ലാഭിക്കാനാവൂ. നാം പരസ്യങ്ങളിൽ കാണാറുണ്ട് ഇത് കോപ്പർ എ സി ആണെന്ന്. അതുപോലെ നാം ഒരു കടയിൽ ചെല്ലുകയാണെങ്കിൽ അവിടുത്തെ സെയിൽസ്മാൻ ഉടനെ പറയും ഇത് കോപ്പർ എ സി ആണ്. എന്താണ് കോപ്പർ എ സി? അതാണ് നാം അറിയേണ്ടത്. കോപ്പർ എ സി എന്ന് പറയുന്നത് എ സി മുഴുവൻ കോപ്പർ കൊണ്ട് ഉണ്ടാക്കി എന്നല്ല അതിനർത്ഥം. അതിൻ്റെ കൂളിംഗ് സിസ്റ്റവും കോയിൽസും, അതായത് പൈപ്സ് കോപ്പർ ആയതിനാലാണ് അങ്ങനെ പറയുന്നത്. എ സിയിൽ കോപ്പർ എന്ന് പറയുമ്പോൾ മറ്റൊന്നുകൂടി അതിലുണ്ടാവില്ലേ? അതാണ് അലൂമിനിയം. മറ്റൊരു മെറ്റൽ അതിൽ യൂസ് ചെയ്തിട്ടില്ല, സ്റ്റീൽ അതുപോലൊന്നും അതിന് പറ്റില്ല. അപ്പൊ എ സിയിൽ രണ്ട് പ്രധാനമായ കോയിലാണുള്ളത്. ഒന്ന് ഇവാപ്പറേറ്റർ കോയിൽ, അതായത് ഇൻഡോർ യൂണിറ്റിലുള്ളത്. മറ്റത് കണ്ടൻസർ കോയിൽ, ഔട്ട്ഡോർ യൂണിറ്റിലുള്ളത്. ഈ രണ്ട് കോയിലുകളാണ് കോപ്പർ പറയുന്നത്. എന്തുകൊണ്ടാണ് കോപ്പർ ഉപയോഗിക്കുന്നത് ചോദിച്ചാൽ ഹീറ്റിന്റെ ട്രാൻസ്ഫർ വളരെ എളുപ്പമാണ്. ഇപ്പൊ നമ്മുടെ മുറിയിലെ ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നത് എളുപ്പത്തിൽ നടക്കുന്നതാണ് കോപ്പർ. എന്നാൽ അത് ചൂട് വേഗത്തിലാണ് മാറ്റുന്നത്. അതുപോലെ തന്നെ കൂളിങ്ങും വളരെ ഫാസ്റ്റ് ആണ്. അതുപോലെ തന്നെ ഇതിന് ലീക്ക് വന്നു വിചാരിക്കുക. ലീക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കോപ്പർ വെൽഡ് ചെയ്യാം, എന്നാൽ അലൂമിനിയം വെൽഡ് ചെയ്യാൻ പറ്റില്ല. അലൂമിനിയം വെൽഡ് എന്നൊക്കെ പറയാറുണ്ട്. എങ്കിൽ തന്നെയും ഈ വളരെ ഗേജ് കുറഞ്ഞ ട്യൂബ് അല്ലെങ്കിൽ കോയിൽസ് ചെയ്യുമ്പോൾ എന്ത് പറ്റും? അതിന് ദോരം വരും, ശരിയായ രീതിയിൽ ചെയ്യാനാവില്ല. പിന്നെ അലൂമിനിയം ആണെങ്കിൽ അത് മൊത്തം റീപ്ലേസ് ചെയ്യേണ്ടി വരും. കോപ്പർ ആണെങ്കിൽ റീപ്ലേസ് ചെയ്യണ്ട. കോപ്പർ സ്ട്രോങ് ആണ്, ലോങ് ലൈഫ് ആണ്. എന്നാൽ അലൂമിനിയം ആണെങ്കിലോ സ്ട്രോങ് അല്ല, ലോങ് ലൈഫ് ഇല്ല. 7 വർഷം കഴിയുമ്പോൾ അത് കൊറേഷനൊക്കെ ആവും. പ്രത്യേകിച്ച് കോസ്റ്റൽ ഏരിയയിലാണെങ്കിൽ അലൂമിനിയത്തിന് പ്രശ്നമാണ്, എന്നാൽ കോപ്പറിന് കോസ്റ്റൽ ഏരിയയിൽ പ്രശ്നമില്ല. എഫിഷ്യൻസി നോക്കുകയാണെങ്കിൽ രണ്ടും സെയിം ആണ്. പക്ഷേ കോപ്പറിന് ബെറ്റർ പെർഫോമൻസും അതുപോലെ തന്നെ ലെസ് സ്ട്രെയിനും ആണെന്ന് പറയാം. അലൂമിനിയത്തിനും കോപ്പറിനും തമ്മിലുള്ള റേറ്റ് വ്യത്യാസം. കോസ്റ്റ് അലൂമിനിയത്തിന് കുറവും കോപ്പറിന് കൂടുതലുമാണ്. പിന്നെ വെയിറ്റ് മീൻസ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ഇൻസ്റ്റലേഷനായിട്ടൊക്കെ യൂസ് ചെയ്യുമ്പോൾ കോപ്പറിന് വെയിറ്റ് കൂടുതലാണ്, എന്നാൽ അലൂമിനിയത്തിന് വെയിറ്റ് കുറവാണ്. അത് നമുക്ക് അറിയാവുന്നതാണ്. അത് കണ്ടൻസർ കോയിൽ, ഇവാപ്പറേറ്റർ കോയിലുമാണ് കോപ്പർ ചെയ്യുന്നത്. 100% കോപ്പർ എന്നാണ് അവർ അഡ്വർടൈസ് ചെയ്യുന്നത്. 100% എന്താണ് നമ്മൾ ധരിക്കുന്നത്? ആ എ സി മുഴുവൻ, എ സി യൂണിറ്റ് മുഴുവൻ കോപ്പർ എന്നല്ല, ഇൻഡോറും ഔട്ട്ഡോറിലെയും കോയിൽസ് കോപ്പർ ആണ് എന്ന് മനസ്സിലാക്കി. ആദ്യകാലങ്ങളിൽ കോയില് എന്തായിരിക്കും എന്ന് ചിന്തിക്കാമല്ലോ. ശരിയാണ്, അത് കോപ്പർ തന്നെയാണ്. കോപ്പർ ആയിരുന്നു ആദ്യം. എന്നാൽ ഈ അലൂമിനിയം കോയിൽ എപ്പോ വന്നു? ഇപ്പൊ നമ്മുടെ ചില മോട്ടോറുകളിൽ തന്നെ അലൂമിനിയം കോയിലാണ്. കാരണം മറ്റൊന്നുമല്ല, കോസ്റ്റ് കുറയ്ക്കുക, വെയിറ്റ് കുറയ്ക്കുക, മാനുഫാക്ചറിങ് എക്സ്പെൻസ് കുറയ്ക്കുക എന്നതാണ്. എന്നാൽ ഈ അലൂമിനിയം കോയിൽ എ സിയിൽ എപ്പോ വന്നു? 2005, 2015 കാലഘട്ടങ്ങളിലാണ് അത് ഉപയോഗിക്കാൻ തുടങ്ങിയത്. അതിന്റെ ഉദ്ദേശം എന്താണ്? കോസ്റ്റ് കുറയ്ക്കുക, വെയിറ്റ് കുറയ്ക്കുക എന്ന് തന്നെയാണ് അതിന്റെ ഉദ്ദേശവും. ഈ കോപ്പറും അലൂമിനിയം തമ്മിലുള്ള പ്രധാന വ്യത്യാസം എന്താണ്? അതിന്റെ ഗുണഗണങ്ങൾ എന്താണ്? ദോഷം എന്താണ്? ഹീറ്റ് ട്രാൻസ്ഫർ ആണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. കൂളിംഗ് എഫിഷ്യൻസി നല്ലതാണെന്ന് പറഞ്ഞിരുന്നു. ലീക്ക് റിപ്പയർ ഈസി ആണെന്ന് പറഞ്ഞു. ലോങ് ലൈഫ് ആണെന്ന് പറഞ്ഞു കോപ്പറിനെ പറ്റി. പക്ഷേ കോസ്റ്റ് കൂടുതലാണ്. ഈ കോപ്പർ കോയിലിൽ 10 വർഷത്തോളം നമുക്ക് കുറഞ്ഞത്, അതായത് 10 വർഷത്തെ കൂടുതൽ നമുക്ക് ലോങ് ലൈഫ് ഉണ്ട്. അത് നമ്മുടെ യൂസേജ് അനുസരിച്ചിട്ടാണ്. അലൂമിനിയത്തിലാണെങ്കിൽ കമ്പാരിറ്റീവ്ലി കുറവ്, 7 വർഷമാണ് അതിന്റെ ലൈഫ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ സൂക്ഷിക്കുന്ന അനുസരിച്ചിട്ട് അത് കൂടുതൽ കിട്ടും.
അതുകൊണ്ട് അലുമിനിയം എ സി ഉള്ളവർ വിഷമിക്കൊന്നും വേണ്ട, നമ്മുടെ യൂസേജ് അനുസരിച്ച് കൂടും. ഈ കോപ്പർ കോയിൽ എ സി ഇന്നത്തെ മാർക്കറ്റിൽ നോക്കുകയാണെങ്കിൽ 80-90% കോപ്പർ ടൈപ്പ് എ സി ആണ്. ചിന്തിക്കുക, അലൂമിനിയം എ സി വരുന്നത് 10-20% കൂടുതലില്ല. അത് ബഡ്ജറ്റ് മോഡൽസ് ആണ്, റേറ്റ് കുറവാണ്. നമ്മൾ റേറ്റ് കുറഞ്ഞല്ലേ ചാടി വീഴുന്നത്. കാരണം എപ്പോഴും കൺസ്യൂമേഴ്സിന്റെ ഡിമാൻഡും ഡ്യൂറബിലിറ്റി എന്താണ്? റേറ്റ് കുറഞ്ഞത്. എന്താണ് റേറ്റ് കുറഞ്ഞത്? അതാണ് നമ്മൾ വാങ്ങിക്കുന്നത്. കടൽ പ്രദേശങ്ങളിൽ, ഉപ്പുകാറ്റുള്ള ഭാഗങ്ങളിൽ, കായൽ പ്രദേശങ്ങളിൽ അലൂമിനിയം കോയിലിന് എന്ത് സംഭവിക്കാം? കോപ്പർ കോയിലിന് എന്ത് സംഭവിക്കാം? കോപ്പർ കോയിലിന് ഒന്നും സംഭവിക്കില്ല. പക്ഷെ അലൂമിനിയം കോയിലിന് കൊറോഷൻ വരും. ആ കൊറോഷൻ എന്ത് സംഭവിക്കും? ചെറിയ ദ്വാരങ്ങളായിട്ട് അരിപ്പയായി മാറും. അപ്പോൾ അത് റീപ്ലേസ് ചെയ്യുകയാണ് വേണ്ടത്. എന്നാൽ ഈ അലൂമിനിയം കോയിലിനും കോപ്പർ കോയിലിനും ചെയ്യുന്ന ഒന്നുണ്ട്. കോപ്പർ കോയിലിന് സാൾട്ട് എയറിന് റെസിസ്റ്റൻസ് ബെറ്റർ ആണ്. കൊറോഷൻ വന്നാലും അത് സ്ലോ ആയിട്ടായിരിക്കും അതിന് വരിക. പ്രൊട്ടക്റ്റീവ് ലെയർ ഉണ്ട്, അതിലൂടെ നമുക്ക് ഡാമേജ് കുറയ്ക്കാനാവും. അത് ഒരു ദ്വാരം വന്നു കഴിഞ്ഞാൽ നമുക്ക് റിപ്പയർ ചെയ്യാം. അതുകൊണ്ട് ഹൈ ഹ്യൂമിഡിറ്റി, സാൾട്ട് ഉള്ള സ്ഥലങ്ങളിൽ സേഫ് ആയിട്ടുള്ള ഓപ്ഷൻ ആണ് കോപ്പർ ഓപ്ഷൻ. എന്നാൽ അലൂമിനിയം കോയിലാണെങ്കിലോ, അത് സാൾട്ട് മോയ്സ്ചർ ഉണ്ടെങ്കിൽ അത് ഫാസ്റ്റ് കൊറോഷൻ ആണ്. അതുപോലെ തന്നെ ചെറിയ ദ്വാരങ്ങൾ വരും. അതുപോലെ തന്നെ ലീക്കിന് ചാൻസ് ആണ്. റിപ്പയർ ഓൾമോസ്റ്റ് ഇമ്പോസിബിൾ ആണ്. ഹൈ ഹ്യൂമിഡിറ്റിയുള്ള സ്ഥലങ്ങളിൽ ലൈഫ് കുറയും, കൂടി വന്നാൽ 5-7 വർഷങ്ങൾ വരെ ആകുന്നത്. എന്നാൽ അലൂമിനിയം കൊറോഷൻ റെസിസ്റ്റ് ചെയ്യും എന്ന് പല പരസ്യദാതാക്കളും പറയും, അതുപോലെ കടക്കാർ പറയും, അതുപോലെ സെയിൽസ്മാൻ പറയും. ഡ്രൈ എൻവയോൺമെന്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും അത് നല്ലതാണ്. അതായത് ഡ്രൈ ആയിട്ടുള്ള പരിസ്ഥിതി ആണെങ്കിൽ അത് ഓക്കെ. എന്നാൽ കോസ്റ്റൽ ഏരിയയിൽ സാൾട്ട് കാറ്റുണ്ടെങ്കിൽ അത് എഫക്റ്റീവ് അല്ല എന്ന് മനസ്സിലാക്കുക. നമുക്ക് പലരും തന്നെ എ സി വാങ്ങിച്ചു കഴിഞ്ഞു അല്ലേ? എ സി വാങ്ങിച്ചു കഴിഞ്ഞപ്പോൾ ആ എ സിയുടെ സ്പെസിഫിക്കേഷൻ നിങ്ങൾ നോക്കിയിരുന്നു? അതില് എന്തൊക്കെ കൊടുത്തിരുന്നു? കോപ്പർ കൊടുത്തിരുന്നു. അതുപോലെ തന്നെ മറ്റ് പല മാനദണ്ഡങ്ങൾ കൊടുക്കുന്ന കൂട്ടത്തിൽ കോട്ടിങ് കൊടുത്തു നോക്കുക. ആന്റി കൊറോഷൻ കോട്ടിങ്. ആന്റി കൊറോഷൻ കോട്ടിങ് ഉണ്ടോ എന്ന് നോക്കുക. അത് ബ്ലൂ ഫിൻ ആണോ ഗോൾഡ് ഫിൻ ആണോ നോക്കുക. ഇതിൽ കോപ്പറിനാണെങ്കിലും അലൂമിനിയത്തിനാണെങ്കിലും ഈ കോട്ടിങ് ആവശ്യമാണ്, അല്ലെങ്കിൽ ഡാമേജ് വരാൻ സാധ്യതയുണ്ട്. അലൂമിനിയത്തിന് വേഗം ഡാമേജ്. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. അതിൽ ഈ സ്പെസിഫിക്കേഷനിൽ ഗോൾഡ് ഫിൻ ആണോ ബ്ലൂ ഫിൻ ആണോ അതിൽ കൊടുത്തത് എന്ന് തീർച്ചയായിട്ടും നിങ്ങൾ അറിയണം. അത് കൊടുത്തിട്ടുണ്ടോ എന്നറിയണം. കോപ്പറിന് കോട്ടിങ് ഇല്ലെങ്കിലും അതിന് അലൂമിനിയത്തിന് വേണം. അപ്പൊ അതിനുവേണ്ടി നമ്മൾ പ്രത്യേകം പറയണം എന്നില്ല. ആ സ്പെസിഫിക്കേഷനിൽ അതുണ്ടാവും. രണ്ടാമത് നമ്മൾ റിപ്പയർ ചെയ്യുകയോ കാർ മേടിക്കുമ്പോൾ അണ്ടർ ബോഡി നമ്മൾ ഒന്നുകൂടി പെയിന്റ് ചെയ്യുന്ന പോലെ പെയിന്റ് ചെയ്യേണ്ടതില്ല. ഈ ഗോൾഡ് ഫിൻ എന്ന് പറയുന്നത് കോട്ടിംഗ് ആണെന്ന് പറഞ്ഞല്ലോ. അതുപോലെ ബ്ലൂ ഫിന്നും കോട്ടിംഗ് ആണ്. കോട്ടിങ്ങിന്റെ പേരാണ് ബ്ലൂ ഫിൻ എന്ന് മനസ്സിലാക്കുക. മോയ്സ്ചർ റെസിസ്റ്റൻസ് ഇല്ല, റസ്റ്റ് കുറക്കും, നോർമൽ യൂസേജിൽ ഓയിൽ പ്രൊട്ടക്ട് ചെയ്യും. നമ്മൾ കാറിന്റെ അടിഭാഗം, സ്കൂട്ടറിന്റെ അടിഭാഗം ഒക്കെ പെയിന്റ് ചെയ്യുന്നത് പോലെ. ഇനി ഗോൾഡ് ഫിൻ എന്ന് കേട്ടോ നിങ്ങൾ, ബ്ലൂ ഫിൻ എന്ന് കേട്ടോ? എന്താണ് ഇത് തമ്മിലുള്ള വ്യത്യാസം? കൊറോഷൻ പ്രൊട്ടക്ഷന്റെ കാര്യത്തിൽ ഗുഡ് ആണ് ബ്ലൂ ഫിൻ. അതായത് ആ കോട്ടിങ് ഇപ്പൊ സാധാരണഗതിയിൽ നമ്മുടെ കാറിന്റെ അണ്ടർ ബോഡി 3 തരം അല്ലെങ്കിൽ 4 തരം അണ്ടർ ബോഡി കോട്ടിങ് ഉണ്ട് അല്ലേ? പോളിയുറേത്തീൻ, അല്ലെങ്കിൽ റബ്ബറൈസ്ഡ്, അതല്ലെങ്കിൽ വാക്സ് ബേസ്ഡ്, അതും അല്ലെങ്കിൽ ബിറ്റുമിൻ. ഇങ്ങനെ 3 തരമാണ് പ്രധാനമായിട്ടുള്ളത്. എന്നാൽ നമ്മൾ പലപ്പോഴും റബ്ബറൈസ്ഡ് ആണ് ചെയ്യുന്നത് അല്ലേ? വാക്സ് ബേസ്ഡ് അവർ ഓൾറെഡി തന്നെ പുതിയ കാറിന് ചെയ്തിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഇവിടെയുള്ള 2 കോട്ടിംഗ് ആണ്, എ സി കോയിലിന് ചെയ്യുന്ന 2 കോട്ടിംഗ് ആണ് ബ്ലൂ ഫിന്നും ഗോൾഡ് ഫിന്നും. ബ്ലൂ ഫിൻ എന്ന് പറഞ്ഞാൽ ഗുഡ് ആണ്, എന്നാൽ ബെസ്റ്റ് ആണ് ഗോൾഡ് ഫിൻ. അതിന്റെ സാൾട്ട് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ബ്ലൂ ഫിൻ മീഡിയം ആണ്, എന്നാൽ
ഗോൾഡ് ഫിൻ ഹൈ ആണ്, അതിന്റെ ലൈഫ് നോർമലാണ്. ബ്ലൂ ഫിൻ എന്ന ഗോൾഡ് ഫിൻ ലോങ് ലൈഫാണ്. കോസ്റ്റ് കുറവ് ബ്ലൂ ഫിന്നാണെന്ന് ഞാൻ പറയുകയാണ്, ഗോൾഡ് ഫിന് കുറച്ച് കൂടുതലാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം സാൾട്ടഡ് ഏരിയ, ഈ കടൽ ഓര പ്രദേശങ്ങളിൽ നമ്മൾ വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കുക, ആ കോയിലിന് അലൂമിനിയം കോയിലിന് പകരം കോപ്പർ കോയിൽ വാങ്ങിക്കുക. AC യെ പറ്റിയുള്ള മറ്റൊരു വീഡിയോ ഞാൻ തരാം. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഓക്കെ.